ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഇൻഡയസിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ബോറോയിങ് കോസ്റ്റിൻ്റെ മെഷർമെൻ്റാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ സ്പെസിഫിക് ബോറോയിങ് കോസ്റ്റ് ഉണ്ട്, സ്പെസിഫിക് ബോറോയിങ് ഉണ്ട്, ജനറൽ ബോറോയിങ് ഉണ്ട്. അതിലത്തെ സ്പെസിഫിക് ബോറോയിങ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സ്പെസിഫിക് ബോറോയിങ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് അസറ്റ് വാങ്ങാനായിട്ട് നമ്മൾ ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ബോറോയിങ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ബോറോയിങ് കോസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് തന്നെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ആ ബോറോ ചെയ്ത ഫണ്ട് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. First question, on 1st April 2019, a limited borrowed 20 lakhs for the production of asset A and B. അതായത് ഒരു ലിമിറ്റഡ് രണ്ട് അസറ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 20 lakhs rupees ലോൺ എടുത്തിട്ടുണ്ട്. ദ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ഡ്യൂറിങ് ദ ഇയർ, ആ വർഷം തന്നെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദ ലോൺ വാസ് യൂട്ടിലൈസ്ഡ് ഫോർ ദി ഫോളോയിങ്. 1st April 2019 അവരെന്തെടുത്തു? അസറ്റ് എക്ക് വേണ്ടിയിട്ട് 3 lakhs എടുത്തു, അസറ്റ് ബിക്ക് വേണ്ടിയിട്ട് 7 lakhs എടുത്തു. ദെൻ 1st October 2019 അസറ്റ് എക്ക് വേണ്ടിയിട്ട് 3 lakhs എടുത്തു, അസറ്റ് ബിക്ക് വേണ്ടിയിട്ട് 7 lakhs എടുത്തു. അതായത് അവർക്ക് മൊത്തം അവർ എത്ര എടുത്തു? 20 ലക്ഷം എടുത്തു. ആ 20 ലക്ഷം അവർ രണ്ട് ഗഡുക്കളായിട്ടാണ് യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ എമൗണ്ട്, അതായത് 20 lakhsന്റെ 10 ലക്ഷം അവർ 1st April എടുത്തിട്ട് ആ 10 ലക്ഷത്തിലെ 3 ലക്ഷം അസറ്റ് എക്കും ഉപയോഗിച്ചു, 7 ലക്ഷം അസറ്റ് ബിക്കും ഉപയോഗിച്ചു. ദെൻ ബാക്കിയുള്ള 10 ലക്ഷം അവർ എടുത്തിട്ടുള്ളൂ? 1st October എടുത്തിട്ടുള്ളൂ. അതുവരെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ദെൻ ദ അൺയൂസ്ഡ് എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 7%. അപ്പോൾ അവർ ഉപയോഗിക്കാത്ത എമൗണ്ട്, അതായത് അവർക്ക് 1st April അവർക്ക് എത്ര റുപ്പീസ് കിട്ടിയിട്ടുണ്ടാവും? 20 lakhs അവരുടെ കയ്യിലുണ്ടാവും. ആ 20 lakhsൽ അവർ യൂസ് ചെയ്തേക്കുന്നത് എത്രയുള്ളൂ? 10 lakhs അവർ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി അവരുടെ കയ്യിൽ എത്ര റുപ്പീസ് ഉണ്ടാവും? 10 lakh rupees ഉണ്ടാവും. ആ റുപ്പീസ് അവർ എന്ത് ചെയ്തു? ഇൻവെസ്റ്റഡ് അറ്റ് ദ റേറ്റ് 7%, 7% പലിശയ്ക്ക് അവരെന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ അതാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ കഴിഞ്ഞ ഇന്നലെ തിയറി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപയോഗിക്കാത്ത ഫണ്ട് ഫുള്ളും അവർ എന്ത് ചെയ്യില്ല, അവർ യൂസ് ചെയ്യില്ല. ഉപയോഗിക്കാത്ത ഫണ്ട് അവർ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അതിൽ നിന്ന് അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ലോൺ എടുത്തേക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ദെൻ ഏപ്രിൽ മാസത്തിൽ അവർ ഉപയോഗിച്ചത് എന്ത് മാത്രമുള്ളൂ? ഈ 7 lakhs മാത്രം, 10 lakhs മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി അവരുടെ കയ്യിൽ എത്ര റുപ്പീസ് ഉണ്ടാവും? 10 lakhs ഉണ്ടാവും. അത് അവരെന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. 7% പലിശയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ അൺയൂസ്ഡ് എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 7%. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് 9%. അവരെടുത്തിരിക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് 9%, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 7%. കാൽക്കുലേറ്റ് ബോറോയിങ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് അസറ്റ് ഓൺ 31st March 2020. ബോറോയിങ് കോസ്റ്റും കണ്ടുപിടിക്കണം, അതുപോലെ അസറ്റിൻ്റെ കോസ്റ്റും ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അസറ്റിൻ്റെ കോസ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ബോറോയിങ് കോസ്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾ നോക്കുക എത്ര രൂപയാണ് നമ്മൾ മൊത്തം ലോൺ എടുത്തേക്കുന്നത്. 20 lakhs rupees ആണ് നമ്മൾ മൊത്തം ലോൺ എടുത്തേക്കുന്നത്. നമുക്കത് സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻറ്റയർ എമൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 10 ലക്ഷം ഞാൻ 1st April ഉപയോഗിച്ചു, അടുത്ത 10 ലക്ഷം ഞാൻ ഒക്ടോബറിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ യൂസേജ് ആണ്. പക്ഷേ ബാങ്കുകാർ എന്ത് ലോൺ തന്നിട്ടുണ്ട്? 1st April ലോൺ തന്നിട്ടുണ്ട്. എത്ര രൂപ വെച്ചിട്ട്? 20 ലക്ഷം രൂപ വെച്ചിട്ട്. ആ മൊത്തം 20 ലക്ഷത്തിന് നമ്മൾ എന്നിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം? 1st April തൊട്ട് തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കണം. നമ്മൾ ഉപയോഗിച്ചില്ലെന്ന് ആർക്കറിയേണ്ട കാര്യമില്ല, ബാങ്കിന് അറിയേണ്ട കാര്യമില്ല. 1st April തൊട്ട് നമ്മൾ ലോൺ കൊടുത്തിരിക്കണം. അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് എത്ര % ആണെന്ന് പറഞ്ഞേക്കുന്നത്? 9% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മൊത്തം എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം അസറ്റ് എ മൊത്തം എത്ര ഉപയോഗിച്ചു? ഈ 20 ലക്ഷത്തിലെ 6 ലക്ഷമാണ് ഏത് ഉപയോഗിച്ചേക്കുന്നത്? അസറ്റ് എക്ക് വന്നിരിക്കുന്നത്. ദെൻ അസറ്റ് ബിക്ക് വന്നിരിക്കുന്നത് 14 lakhsമാണ് അല്ലേ? അതായത് ആദ്യത്തെ ഗഡുവായിട്ട് അവർ 3 lakhs ഉപയോഗിച്ചു, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 3 lakhs. അങ്ങനെ മൊത്തം അവർ എത്ര ഉപയോഗിച്ചു? ഈ 20 ലക്ഷത്തിൽ 6 lakhs ഉപയോഗിച്ചു. ബി 7 lakhs 7 lakhs 14 lakhs ഉപയോഗിച്ചു.
അപ്പോൾ അതിൻ്റെ ബോറോയിങ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അസറ്റ് എ എന്ന് പറയാം. എ ഉപയോഗിച്ച ഫണ്ട് എത്രയാണ്? 6 lakhs-ന്റെ 9%. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 54%. 54,000 ആണ് അസറ്റ് എയുടെ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് വരിക. ദെൻ അസറ്റ് ബി 20 ലക്ഷത്തിൽ 14 ലക്ഷം ഉപയോഗിച്ചേക്കുന്നത് ആരാണ്? അസറ്റ് ബി ആണ്. അപ്പോൾ ബിയുടെ ബോറോയിങ് കോസ്റ്റ് എത്ര വരും? ഈ 14 lakhs-ന്റെ 9% എത്ര വരും? 1,26,000 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് അസറ്റിൻ്റെയും ബോറോയിങ് കോസ്റ്റുകൾ കണ്ടുപിടിച്ചു. അതാത് അസറ്റ് എത്ര ഫണ്ട് ഉപയോഗിച്ചോ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ദെൻ നമുക്ക് എന്തുണ്ട്? ഇതിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഉപയോഗിച്ച ആ എമൗണ്ട് തുടക്കത്തിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ എത്ര മാസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും? ഫസ്റ്റ് ഏപ്രിൽ അവരുടെ കയ്യിലേക്ക് എത്ര രൂപ കിട്ടി? 20 ലക്ഷം രൂപ കിട്ടി. അതിൽ അവർ എത്ര എടുത്തിട്ടുള്ളൂ? 3ഉം 7ഉം കൂടിയിട്ട് 10 ലക്ഷം എടുത്തിട്ടുള്ളൂ. ബാക്കി 10 ലക്ഷമായിരിക്കും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുക. അവർ എത്ര നാളത്തേക്കായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുക? അവരെന്നാണ് ആ ഫണ്ട് അവർക്ക് ഉപയോഗിച്ചത്? ഫസ്റ്റ് ഏപ്രിലാണ്. അപ്പോൾ ഫസ്റ്റ് ഒക്ടോബറിലാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. അതല്ല പറഞ്ഞത്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് ഒക്ടോബറിലാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് ഫസ്റ്റ് ഒക്ടോബർ വരെ ആയിരിക്കും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അവർ എത്ര മാസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസമാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതിന് എത്ര ശതമാനം പലിശ കിട്ടും? 7% പലിശ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എക്ക് മാറ്റി വെച്ചേക്കുന്ന ക്യാഷ് എത്രയാണ്? 3 lakhs ആണ്. കാരണം ഫസ്റ്റ് ഒക്ടോബറിൽ അവർ 3 lakhs ആണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം എക്ക് വേണ്ടി മാറ്റി വെച്ച എമൗണ്ട് 3 lakhs ആയിരുന്നു. അതാണ് അവർ കൊണ്ടിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ അസറ്റ് എ എന്ന് പറഞ്ഞിട്ട് 3 lakhs ഇൻറ്റു 7% ഇൻറ്റു, നിങ്ങൾ ന്യൂമറിക്കൽ സ്കില്ലിൽ BNM പഠിച്ചിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് ബാങ്കുകാർ പറയുക. അതായത് ഈ 7% എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്കുള്ളതാണ്. നമ്മൾ ഒരു കൊല്ലം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. എത്ര മാസം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ? 6 months ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇൻറ്റു 6/12 ചെയ്യാം. ഓക്കെ, 7% എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ 1 year ആണ്. പക്ഷെ നമ്മൾ ഒരു കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയില്ല. ഏപ്രിൽ 1st ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ എന്ന് പിൻവലിച്ചിട്ടുണ്ടാവും? ഒക്ടോബർ 1st അത് കമ്പനിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് 6 മാസത്തെ പലിശയെ കിട്ടുള്ളൂ. അത് കണ്ടുപിടിക്കാനായിട്ട് 6/12 ചെയ്യാം. അപ്പോൾ 3 lakhs ഇൻറ്റു 7% ഇൻറ്റു 6/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10,500,000 കിട്ടി. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? അസറ്റ് ബിയിലെ കണ്ടുപിടിക്കണം. അസറ്റ് ബിയിലും ഇതുപോലെ തന്നെയാണ്. മൊത്തം അവർക്ക് വേണ്ടി മാറ്റി വെച്ച ക്യാഷ് എത്രയായിരുന്നു? 7 lakhs ആയിരുന്നു. അതിൻ്റെ 7% ഇൻറ്റു എത്ര നാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ? 6 months ഉള്ളൂ. 6/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 24,500 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ബോറോയിങ് കോസ്റ്റും കണ്ടുപിടിച്ചു, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ബോറോയിങ് കോസ്റ്റിൽ നിന്ന് ഈ ഇൻട്രസ്റ്റ് ഇൻകം ലെസ് ചെയ്താൽ മതി. അപ്പോൾ എഴുതാം, ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് ഈക്വൽ അസറ്റ് എയുടെ ബോറോയിങ് കോസ്റ്റായ 54,000-ൽ നിന്ന് അവരുടെ ഇൻട്രസ്റ്റ് ഇൻകമായ 10,500 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 43,500 അസറ്റ് എയുടെ കിട്ടി. അതുപോലെ തന്നെ അസറ്റ് ബിയും ബോറോയിങ് കോസ്റ്റായ 1,26,000-ൽ നിന്ന് അവരുടെ ഇൻട്രസ്റ്റ് ഇൻകമായ 24,500 ലെസ് ചെയ്ത് ബാക്കി നമുക്ക് എത്ര കിട്ടി? 1,01,500 കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് ശരിക്കും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാവുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ക്യാപിറ്റലൈസ്ഡ് ബോറോയിങ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അസറ്റ് എയുടെ 43,500 അതുപോലെ അസറ്റ് ബിയുടെ 1,01,500. ഇനി നമ്മളോട് എന്തുകൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് അസറ്റും കൂടിയും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ബോറോയിങ് കോസ്റ്റും കൂടി ക്യാപിറ്റലൈസ് ചെയ്തിട്ട് മൊത്തം ആ അസറ്റിന് എത്ര കോസ്റ്റ് ആവുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തെ എഴുതാം കോസ്റ്റ് ഓഫ് അസറ്റ്. അസറ്റ് ഏറെ കോസ്റ്റ് എത്രയായിരിക്കും? അവർ എത്രയാണ് ലോണായിട്ട് എടുത്തേക്കുന്നത്? 3ഉം കൂടിയിട്ട് 6 lakhs ലോണിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട്. ദെൻ അതിന് വന്ന ബോറോയിങ് കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട്? ക്യാപിറ്റലൈസ് ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റ് എത്രയാണ്? 43,500 വന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 6,43,500 ആണ് അസറ്റ് ഏറെ കോസ്റ്റ് ആയിട്ട് വരിക. ഇന്നത് മനസ്സിലായില്ലേ? കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേൽ 3 ലക്ഷം ഉപയോഗിച്ച് രണ്ടാമത്തേൽ 3 ലക്ഷം ഉപയോഗിച്ചു. അപ്പോൾ മൊത്തം എത്ര ലക്ഷം ഉണ്ട്? 6 lakhs ഉണ്ട്. ആ 6 lakhs പ്ലസ് അതിൻ്റെ ബോറോയിങ് കോസ്റ്റ്, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാവുന്ന ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് അസറ്റ് ഏറെ 6,43,500 കിട്ടും. ദെൻ അസറ്റ് ബിയിലോ അവർ മൊത്തം ലോൺ എമൗണ്ടിന് എത്ര ഉപയോഗിച്ചിട്ടുണ്ട്? 7 അടക്കം
14 lakhs ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാവുന്ന ബോറോയിങ് കോസ്റ്റ് ആയിട്ട് എത്ര വന്നു, 1,01,500 വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 15,01,500 ആണ് അസറ്റ് ബിയുടെ കോസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് രണ്ടും കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാവുന്ന ബോറോയിങ് കോസ്റ്റ് കണ്ടുപിടിക്കുക, ദെൻ കോസ്റ്റ് ഓഫ് അസറ്റും കണ്ടുപിടിക്കുക. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാവുന്ന ബോറോയിങ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അസറ്റിൽ നിന്ന് ആ അസറ്റിൻ്റെ ബോറോയിങ് കോസ്റ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇൻകം ലെസ് ചെയ്യുക. ആ എമൗണ്ട് ലോൺ എമൗണ്ടോടുകൂടി ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് അസറ്റും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On 1st April 2019, A Limited borrowed 15 lakhs for the production of asset A and B. Production started during the 2019-20. The loan was utilized for the following. 1st April 2019 അസറ്റ് എക്ക് വേണ്ടിയിട്ട് 2,50,000 ഉപയോഗിച്ചു, ബിക്ക് വേണ്ടിയിട്ട് 5 lakhs ഉപയോഗിച്ചു. ദെൻ 1st October 2019 എക്ക് 2,50,000 അതുപോലെ ബിക്ക് 5 lakhs ഉപയോഗിച്ചു. Then the unused amount is invested at 7% and the interest on loan is 9%. Calculate borrowing cost and cost of asset on 31st March 2020. നേരത്തെ അതേ പ്രോബ്ലം, അതേ പാറ്റേണിലെ പ്രോബ്ലം ആണ്, എമൗണ്ടുകൾ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് അൺയൂസ്ഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാവുക. മൊത്തം അസറ്റ് എക്ക് വേണ്ടിയിട്ട് മൊത്തം അവർ എടുത്തേക്കുന്ന ലോൺ എത്രയാണ്, 15 lakhs ആണ്. 15 lakhs എമൗണ്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം എത്ര എടുത്തിട്ടുള്ളൂ, അസറ്റ് എക്ക് വേണ്ടിയിട്ട് 2,50,000 ബിക്ക് വേണ്ടിയിട്ട് 5 lakhs ഉപയോഗിച്ചിട്ടുള്ള 1st April. ബാക്കി ഉപയോഗിച്ചേക്കുന്നത് 1st October ആണ്. ആ ഉള്ള കാലയളവിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള എമൗണ്ടായ 7,50,000 rupees ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് അവർ 7% വെച്ചിട്ട് 6 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബോറോയിങ് കോസ്റ്റ് കണ്ടുപിടിക്കണം, പിന്നെ ഇൻട്രസ്റ്റ് ഇൻകം കണ്ടുപിടിക്കണം. ദെൻ ആ ബോറോയിങ് കോസ്റ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇൻകം ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്നുള്ള നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാവുന്ന ബോറോയിങ് കോസ്റ്റ് കിട്ടും. അപ്പോൾ നോക്കാം. ബോറോയിങ് കോസ്റ്റ് ഓൺ 31st March 2020 അസറ്റ് എ. ആദ്യം ഫസ്റ്റ് മൊത്തം അവർ എത്ര ഉപയോഗിച്ചു, ആദ്യം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 2,50,000 ഉപയോഗിച്ചു, നെക്സ്റ്റ് ആയിട്ട് 2,50,000 ഉപയോഗിച്ചു. അപ്പോൾ മൊത്തം എത്ര ഉപയോഗിച്ചു, 5 lakhs ഉപയോഗിച്ചു. നമ്മൾ ഒക്ടോബർ തൊട്ടാണ് ലോൺ ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാലും നമുക്ക് ഫുൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. എന്നിട്ടുള്ള ഇൻട്രസ്റ്റ് തന്നെ കൊടുക്കണം. 15 ലക്ഷം നമുക്ക് എന്നാണോ പാസ്സാക്കിയത് അന്ന് തൊട്ടുള്ള എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ 15 ലക്ഷത്തിലെ 5 ലക്ഷമാണ് അസറ്റ് എക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 10 ലക്ഷമാണ് അസറ്റ് ബിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അസറ്റ് എക്ക് എത്രയാണ് ഉപയോഗിച്ചത്, മൊത്തം എത്ര ഉപയോഗിച്ചു അതിൻ്റെ മുകളിലെ പെർസെൻറ്റേജ് കാണുക. അസറ്റ് ബിക്ക് മൊത്തം എത്ര ഉപയോഗിച്ചു അതിൻ്റെ മുകളിലെ പെർസെൻറ്റേജ് കാണുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അസറ്റ് എക്ക് 5 lakhs ആണ് ഉപയോഗിച്ചേക്കുന്നത്, അതിൻ്റെ മുകളിലെ 9% കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 45,000 കിട്ടി. അസറ്റ് ബിക്ക് നമ്മൾ മൊത്തം യൂസ് ചെയ്തേക്കുന്നത് 10 lakhs ആണ്, അതിൻ്റെ മുകളിൽ 9% കാണുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 90,000 കിട്ടി. അപ്പോൾ അസറ്റ് എയുടെ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് 45,000 അസറ്റ് ബിയുടെ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് 90,000 കിട്ടി. അത് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇൻട്രസ്റ്റ് ഇൻകം ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഇതിലൂടെ നമുക്ക് കിട്ടിയ ഇൻകം എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കാം. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. അസറ്റ് എയുടെ എത്ര എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവാം. 1st April നമ്മൾ എത്ര ഉപയോഗിച്ചു, മൊത്തം അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് 5 lakhs ആണ്. അതിൽ 1st April നമ്മൾ എത്ര ഉപയോഗിച്ചു, 2,50,000 ഉപയോഗിച്ചു. ബാക്കിയുള്ള 2,50,000 ആയിരിക്കും അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവുക. അതിൻ്റെ മുകളിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും, 7% ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ 2,50,000 ഇൻറ്റു 7%. നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ എത്ര മാസത്തേക്ക് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഈ 2,50,000 അവർക്ക് എന്ന് ആവശ്യമുണ്ട്, 1st October ആവശ്യമുണ്ട്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇപ്പോഴും നമ്മൾ എത്ര 6 മാസം തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഈ 7% എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ 2,25,000 ഇൻറ്റു എന്ത് ചെയ്യണം, 2,50,000 ഇൻറ്റു 7% ഇൻറ്റു 6/12 ചെയ്യണം. അപ്പം നമുക്ക് എത്ര കിട്ടും, 8,750 ആണ് നമുക്ക്
ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് അസറ്റ് എ കിട്ടുക. ഓക്കെ, അവർക്ക് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മാത്രം ഒരു യൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അവർ എന്ത് ചെയ്തു, 6 മാസത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് 7% ഇൻട്രസ്റ്റും കിട്ടി. ദെൻ അസറ്റ് ബിയിൽ നോക്കുക, അവർ മൊത്തം അവർക്ക് എത്രയാണ് 10 lakhs ആണ്. അതിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവർ 5 lakhs ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 5 lakhs അവർ 6 മാസത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയായിരിക്കും, 5 lakhs ഇൻറ്റു 7% ഇൻറ്റു 6/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 17,500 ആണ് അസറ്റ് ബിയിലും ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ബോറോയിങ് കോസ്റ്റും കിട്ടി, ഇൻട്രസ്റ്റ് ഇൻകം കിട്ടി. ഇനി ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് കണ്ടുപിടിക്കാനായിട്ട് ആ ബോറോയിങ് കോസ്റ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇൻകം ലെസ് ചെയ്യാം. അസറ്റ് എയുടെ ബോറോയിങ് കോസ്റ്റ് എത്രയാണ്, 45,000-ൽ നിന്ന് ഇൻട്രസ്റ്റ് ഇൻകമായ 8,750 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 36,250 കിട്ടും. അതാണ് അസറ്റ് എയുടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ബോറോയിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ അസറ്റ് ബിയുടെ എത്ര വരും, 90,000-ൽ നിന്ന് 17,500 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 72,500 കിട്ടും. അതാണ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാവുന്ന ബോറോയിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു, ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ് ഫോർ അസറ്റ് എ 36,250-യും അസറ്റ് ബിക്ക് 72,500-ഉം കിട്ടി. ദെൻ അടുത്ത് എന്ത് ചെയ്യണം, നമ്മളൊരു ക്വസ്റ്റ്യൻ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് അസറ്റ്. അസറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അസറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മൊത്തം ആ ഒരു അസറ്റിന് വേണ്ടി യൂസ് ചെയ്ത ലോൺ എമൗണ്ട് പ്ലസ് ക്യാപിറ്റലൈസ് ചെയ്ത ബോറോയിങ് എമൗണ്ട്. അസറ്റ് എക്ക് നമ്മൾ ലോണിൽ എത്ര എമൗണ്ട് ഉപയോഗിച്ചു, മൊത്തം 15 ലക്ഷത്തിലെ 5 ലക്ഷമാണ് അസറ്റ് എക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ 5 lakh പ്ലസ് നമ്മളിപ്പോൾ ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് കണ്ടുപിടിച്ചു, 36,250 കണ്ടുപിടിച്ചു. അത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി, 5,36,250 കിട്ടി. അപ്പോൾ അതാണ് അസറ്റ് എയുടെ കോസ്റ്റ് ആയിട്ട് വരിക. ദെൻ അസറ്റ് ബിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് അതിനുവേണ്ടി ലോൺ എമൗണ്ട് എത്ര ഉപയോഗിച്ചു, 10 lakhs ഉപയോഗിച്ചു. ദെൻ അതിനോട് കൂടി ക്യാപിറ്റലൈസ് ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റിൻ്റെ എമൗണ്ടും കണ്ടുപിടിക്കുക. എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 72,500 കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 10,72,500 കിട്ടും. അതാണ് അസറ്റ് ബിയുടെ കോസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നത്, ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡും അതുപോലെ അസറ്റിൻ്റെ വാല്യൂയും കോസ്റ്റും കണ്ടുപിടിക്കേണ്ടത്. ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ബോറോയിങ് കോസ്റ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇൻകം ലെസ് ചെയ്യുക. അസറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിൻ്റെ ലോണിൻ്റെ എമൗണ്ടും ആ അസറ്റിന് വേണ്ടി എത്ര എമൗണ്ട് ലോൺ ഉപയോഗിച്ചു പ്ലസ് ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസും ആഡ് ചെയ്താൽ നമുക്ക് അതും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ജനറൽ ബോറോയിങ്സ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു, സ്പെസിഫിക് ബോറോയിങ് ആയിരുന്നു. അതിൽ നമ്മൾ ഇന്ന് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുക. സപ്പോസ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയണം, ആ ഒരു പേരിൽ തന്നെയാണ് നമ്മൾ ഫണ്ട് ബോറോ ചെയ്യുക. അങ്ങനെ ബോറോ ചെയ്ത ഫണ്ട് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ, വേറെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി ഇവിടെ പറയുന്നത് ജനറൽ ബോറോയിങ്സ് ആണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, when an entity borrows fund generally and uses them for the purpose of obtaining a qualifying asset, the amount of borrowing cost to be capitalized should be determined by applying the following formula. അതായത് ഒരു എൻറ്റിറ്റി ഇപ്പോൾ ഒരു ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തു, ദെൻ അതിലത്തെ ഒരു കുറച്ച് എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ക്വാളിഫയിങ് അസറ്റ് പർച്ചേസ് ചെയ്താലാണ് ആ ബോറോയിങ്ങിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ബോറോയിങ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ബിൽഡിംഗ് പണിയാനാണ് എന്ന പേരിലല്ല നമ്മൾ ലോൺ എടുക്കുക. ഒരു ലോൺ എടുക്കുന്നു, ആ ലോൺ എടുത്തിട്ട് ആ എമൗണ്ടിൽ കുറച്ച് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നു, വേറെ കുറച്ച് എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും മെഷീനറി വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏത് പർപ്പസാണ് മെൻഷൻ ചെയ്യാണ്ട് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസറ്റ്സ് ലോൺ എടുത്തതെന്ന് വെച്ചാൽ ആ ബോറോയിങ്ങിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ബോറോയിങ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 50 ലക്ഷം രൂപ ലോൺ എടുത്തു. ആ 50 ലക്ഷത്തിൽ ഒരു 30 ലക്ഷം ഉപയോഗിച്ചിട്ട് ഞാനൊരു ബിൽഡിംഗ് പണിതു. ദെൻ ബാക്കിയുള്ള 15 ലക്ഷം ഞാനൊരു മെഷീനറി വാങ്ങാനായിട്ട് ഉപയോഗിച്ചു. ദെൻ ബാക്കിയുള്ള 5 ലക്ഷം വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാനപ്പോൾ ഈ ഒരു 50 ലക്ഷം കൊണ്ട് ഞാൻ 3 കാര്യങ്ങളും ചെയ്തു. ആദ്യം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, അതുപോലെ മെഷീനറി മേടിച്ചു, ദെൻ വേറെ മറ്റു വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി യൂസ് ചെയ്തു.
അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു പർപ്പസിന് വേണ്ടി അല്ലാണ്ട് ജനറലായിട്ട് ഒരു ഫണ്ട് മൊബിലൈസ് ചെയ്ത് അത് പല പല ക്വാളിഫയിങ് അസറ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ബോറോയിങ്സിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ബോറോയിങ്സ്. ഓക്കെ, അപ്പോൾ വെൻ എൻ എൻറ്റിറ്റി ബോറോസ് ഫണ്ട് ജനറലി ആൻഡ് യൂസസ് ദം ഫോർ ദ പർപ്പസ് ഓഫ് ഒബ്റ്റെയിനിങ് എ ക്വാളിഫയിങ് അസറ്റ്, ദി എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ബൈ അപ്ലൈയിങ് ദ ഫോളോയിങ് ഫോർമുല. അങ്ങനെ നമ്മൾ മൊബിലൈസ് ചെയ്തത് ഒരു ജനറൽ ബോറോയിങ് ആണെങ്കിൽ ആ കേസിൽ നമ്മൾ ബോറോയിങ് കോസ്റ്റിൻ്റെ ക്യാപിറ്റലൈസ്ഡ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് ഈസ് ഈക്വൽ ടു ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ ദി അസറ്റ് ഇൻറ്റു ക്യാപിറ്റലൈസേഷൻ റേറ്റ്. അതായത് ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ ദി അസറ്റ്, ആ അസറ്റിൻ്റെ മുകളിൽ എത്ര നമുക്ക് ചിലവാക്കി. സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ എടുത്ത ലോൺ എത്രയായിരുന്നു? 50 ലക്ഷമായിരുന്നു. പക്ഷേ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എത്ര ഉപയോഗിച്ചിട്ടുള്ള 30 ലക്ഷം. അപ്പോൾ അവിടെ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? ഈ 30 ലക്ഷമാണ്. ഓക്കെ, ആ 30 ലക്ഷം അതായത് ഞാൻ ലോൺ എടുത്ത എമൗണ്ട് അല്ല, ആ അസറ്റിന് വേണ്ടി എത്ര രൂപ ചിലവാക്കി അതാണ് പറയുന്നത് ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ ദി അസറ്റ് ഇൻറ്റു ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ പഠിക്കണം. അപ്പോൾ അതാണ് നമുക്ക് ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ ആ അസറ്റിൻ്റെ ആ ക്വാളിഫയിങ് അസറ്റിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി എത്ര എമൗണ്ട് ഉപയോഗിച്ചു ഇൻറ്റു ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇനി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ഇൻറ്റു 100. അതായത് ഞാനിപ്പോൾ ഉപയോഗിച്ച 30 ലക്ഷത്തിന് എത്ര രൂപ ഞാൻ ഇൻട്രസ്റ്റ് കൊടുത്തു. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്. നമ്മൾ മൊത്തം എത്ര നമ്മൾ ബോറോ ചെയ്തു, ഞാൻ എത്ര ബോറോ ചെയ്ത് 50 ലക്ഷം അല്ല ബോറോ ചെയ്തത്, ഇൻറ്റു 100. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ നേരത്തെ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ അസറ്റും വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്ങും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ മൊത്തം ഫണ്ട് വാങ്ങിയതിൽ എത്ര രൂപയാണ് ഈ ക്വാളിഫയിങ് അസറ്റിന് ഉപയോഗിച്ചത്, അതാണ് ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ അസറ്റ് ആയിട്ട് വരിക. ഓക്കെ, ദെൻ ഇവിടെ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൊത്തം എത്ര ലോൺ എടുത്തു. ഓക്കെ, അപ്പോൾ അതാണ് വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്. രണ്ടും നമ്മൾ തെറ്റരുത്. ആ അവിടെ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ ലോൺ എടുത്തതിൽ എത്ര രൂപയാണ് ഈ ഒരു അസറ്റിന് വേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൊത്തം എത്ര ലോൺ എടുത്തു. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് അങ്ങനെ കണ്ടുപിടിക്കുക. വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി എടുത്ത ലോണിൻ്റെ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 30 ലക്ഷത്തിന് അപ്പോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് അങ്ങനെ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബോറോയിഡ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് കാണും. ക്യാപിറ്റലൈസേഷൻ ബോറോയിഡ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് കാണുമ്പോൾ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ അസറ്റ് നമ്മൾ ലോൺ എടുത്തതിൽ എത്ര രൂപയാണ് ആ അസറ്റിന് വേണ്ടി യൂട്ടിലൈസ്ഡ് ഇൻറ്റു ക്യാപിറ്റലൈസേഷൻ റേറ്റ് ചെയ്യുക. ദെൻ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എത്രയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഡിവൈഡഡ് ബൈ എത്ര എമൗണ്ട് ആണ് നമ്മൾ ബോറോ ചെയ്തത് ഇൻറ്റു 100 ചെയ്താൽ നമ്മൾ എന്ത് കിട്ടി? ക്യാപിറ്റലൈസേഷൻ റേറ്റ് കിട്ടി. Then borrowing cost calculated in this way must not exceed the actual borrowing cost. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്ന ബോറോയിങ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? നമ്മുടെ ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ബോറോയിങ് കോസ്റ്റിനേക്കാൾ കുറവായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ മൊത്തം കൊടുക്കുന്ന ബോറോയിങ് കോസ്റ്റിനേക്കാൾ കുറവായിരിക്കണം നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ് കൂടാനായിട്ട് പാടില്ല. ഓക്കെ, ജനറൽ ബോറോയിങ് ഈ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സെപ്പറേറ്റ് പഠിക്കാം, സ്പെസിഫിക് ബോറോയിങ് കോസ്റ്റിനും അതുപോലെ ജനറൽ ബോറോയിങ് കോസ്റ്റിൻ്റെയും പഠിക്കാം. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പ്രോബ്ലം നോക്കാം. എ ലിമിറ്റഡ് നീഡ് 20 lakhs ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ടണൽ. ഇറ്റ് ബോറോ 22 lakhs ഫ്രം ദി 3 sources. The extra amount is used as working capital. 5 lakhs as bank loan at 7% per annum, 7 lakhs as institutional borrowings at 8% per annum, and 10 lakhs as corporate bond at 9% per annum. In the first stage of production, the ideal fund was invested and income from this investment was rupees 50,000. Calculate total borrowing cost and the amount of borrowing cost to be capitalized. Okay, അപ്പോൾ the period of loan was for 2 years. അപ്പോൾ 2 വർഷത്തേക്കാണ് നമ്മൾ ലോൺ എടുത്തേക്കുന്നത്. എത്ര രൂപയാണ്? 20 ലക്ഷം രൂപയാണ് ആവശ്യം ഉണ്ടായിരുന്നത്. പക്ഷെ എത്ര രൂപ എടുത്തു? 22 ലക്ഷം നമ്മൾ ലോൺ എടുത്തു. ഓക്കെ, അതിൽ അപ്പോൾ 20 ലക്ഷം ആവശ്യമുള്ള അതിന് പകരം 22 ലക്ഷം എടുത്തു. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ബോറോയിങ് എന്ന് പറയുന്നത്.
ശരിക്കും നമ്മുടെ ടണൽ നിർമ്മാണത്തിന് എത്രയും ആവശ്യമുള്ളൂ, 20 ലക്ഷം ആവശ്യമുള്ളൂ. അപ്പോൾ സ്പെസിഫിക് ബോറോയിങ് ആണെങ്കിൽ നമുക്ക് എത്രയും കിട്ടുള്ളൂ, 20 lakhs മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇയാൾ എത്ര എടുത്തു, 22 lakhs എടുത്തു. അതിൽ 20 lakhs അവരുടെ ടണൽ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചു, ബാക്കിയുള്ള 2 lakhs വർക്കിംഗ് ക്യാപിറ്റൽ മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇത് ജനറൽ ബോറോയിങ് ആയത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ബോറോയിങ് ആണെങ്കിൽ നമുക്ക് ആ ടണൽ ഉണ്ടാക്കാനായിട്ട് എത്ര രൂപ വരുന്നുണ്ട്, കൃത്യം ആ എമൗണ്ട് നമുക്ക് എന്തായിട്ട് വരുള്ളൂ, ലോൺ എമൗണ്ട് സാങ്ഷൻ ചെയ്യുള്ളൂ. ദെൻ ദ എക്സ്ട്രാ എമൗണ്ട് ഇസ് യൂസ്ഡ് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ഇയാൾ ഈ 20 lakhs എടുത്തത് 22 lakhs എടുത്തത് പല സോഴ്സിൽ നിന്നാണ്. 5 lakhs ബാങ്ക് ലോൺ ആയിട്ട് എടുത്തു, അതിന് 7% ഇൻട്രസ്റ്റ് കൊടുക്കണം. 7 lakhs ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോറോയിങ്സ് ആയിട്ട് എടുത്തു, അതിന് 8% ഇൻട്രസ്റ്റ് കൊടുക്കണം. ആൻഡ് 10 lakhs കോർപ്പറേറ്റ് ബോണ്ട് എടുത്തു, അതിന് 9% ഇൻട്രസ്റ്റ് കൊടുക്കണം. In the first stage of production, the ideal fund was invested and income from this investment was ₹50,000. നമ്മൾ നേരത്തെ സ്പെസിഫിക് ബോറോയിങ്ങിൽ പഠിച്ച പോലെ തന്നെ ഇതിലും തുടക്കത്തിൽ കുറച്ച് 20 ലക്ഷം എടുത്തത് ഒരൊറ്റടിക്ക് ആവശ്യമില്ല. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 20 ലക്ഷത്തിൻ്റെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് വേറെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ഇൻകം എത്രയാണെന്ന് നേരിട്ട് തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടായത് ഇവിടെ നേരിട്ട് തന്നിരിക്കണം. അങ്ങനെ നമുക്ക് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് 50,000 ആണ്. Calculate total borrowing cost and amount of borrowing to be capitalized if the loan period is 2 years. 2 വർഷത്തേക്കാണ് ഈ ലോൺ എടുത്തതെന്ന് വെച്ചാൽ ആ പീരീഡിലേക്ക് വരുന്ന ബോറോയിങ് കോസ്റ്റും അതുപോലെ ആ ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജനറൽ ബോറോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ആദ്യം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ കണ്ടുപിടിച്ചു. ആദ്യം നമുക്ക് ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന് മറ്റൊരു ഇക്വേഷൻ എഴുതാം. ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് ഇൻറ്റു 100. അതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത്. അതിൽ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മൊത്തം ഇതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് എങ്ങനെയാണ്, 3 സോഴ്സിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. 5 lakhsൻ്റെ 7% പ്ലസ് 7 lakhsൻ്റെ 8% പ്ലസ് 10 lakhsൻ്റെ 9%. അത് മൊത്തം ഈ 3 കൂടി ചിലപ്പോൾ ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് തന്നെ മേടിക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഈ 22 lakhs ഇൻറ്റു ആ പെർസെൻറ്റേജ് ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ 3 സ്ഥലത്തു നിന്നായതുകൊണ്ട് 3ഉം സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് 3ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് കിട്ടി. അപ്പോൾ നമുക്ക് 35,000 പ്ലസ് 56,000 പ്ലസ് 90,000 എത്ര കിട്ടി, 1,81,000 കിട്ടി. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് എത്ര കിട്ടി, 1,81,000 കിട്ടി. ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്. വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ലോൺ എടുത്തത്, 20 ലക്ഷം ആവശ്യമുള്ള, പക്ഷെ നമ്മൾ എത്ര എടുത്തിട്ടുണ്ടായിരുന്നു, 22 lakhs എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് എത്രയാണ്, 22 lakhs ആണ്. അത് അടുത്ത സ്ലൈഡിലുണ്ട്, അതിൽ നോക്കാം. വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് ഇസ് ഈക്വൽ ടു 3 സ്ഥലത്തു നിന്നായിട്ട് മേടിച്ചിട്ട് 3ഉം കൂടി ആഡ് ചെയ്യുക. 5 lakhs, 7 lakhs, 10 lakhs, ദാറ്റ് ഇസ് ഈക്വൽ ടു 22 lakhs. ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇസ് ഈക്വൽ ടു നേരത്തെ കണ്ടുപിടിച്ച 1,81,000 ഡിവൈഡഡ് ബൈ 22 lakhs ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 8.23 കിട്ടി. ഇനി ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്, ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ ദി അസറ്റ് ഇൻറ്റു ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇവിടെയാണ് തെറ്റിക്കുക. ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ അസറ്റ് എന്താണ്, നമ്മൾ ആ എടുത്തതിൽ 22 ലക്ഷം എടുത്തതിൽ എത്രയാണ് ഈ ഒരു അസറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തത്. ടണൽ കൺസ്ട്രക്ഷന് വേണ്ടി എത്ര ഉപയോഗിച്ചിട്ടുള്ളൂ, 20 ലക്ഷം. അതിന് ആവശ്യമുള്ള അപ്പോൾ അതാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 20 lakhs ഇൻറ്റു 8.23 ക്യാപിറ്റലൈസേഷൻ റേറ്റ് 8.23 കിട്ടി. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കൊല്ലത്തേക്കാണ് ലോൺ എടുത്തേക്കുന്നത്, 2 കൊല്ലത്തേക്കാണ്. ഇത് 1 കൊല്ലത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ 3 കൊല്ലത്തേക്കാണെങ്കിൽ ഇൻറ്റു 3, 4 കൊല്ലത്തേക്കാണെങ്കിൽ ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ 2 കൊല്ലത്തേക്ക് ആയതുകൊണ്ട് ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 3,29,200 ആണ് 2 വർഷത്തേക്കായിട്ട് നമ്മൾ ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്. അല്ലെങ്കിൽ നമ്മൾ 1 വർഷത്തെ കണ്ടിട്ട് താഴത്തൊരു സെൻറ്റൻസ് എഴുതിയാൽ മതി, ഈച്ച് ഇയർ ആ എമൗണ്ടിന് എഴുതിയാൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്താലും മതി, അപ്പോൾ പിന്നെ തെറ്റില്ല. ഓക്കെ, അപ്പോൾ ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ് നമ്മൾ എത്രയാണ്, 3,29,200 ആണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ട്, ഇവിടെ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്. നമ്മൾ നേരത്തെ സ്പെസിഫിക് ബോറോയിങ്ങിലെ ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് കണ്ടുപിടിച്ചു. പിന്നെ എന്ത് ചെയ്തിരുന്നു, ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ഇതിനും ബാധകമാണ്. അതായത് മൊത്തം നമ്മൾ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് 3,29,200 രൂപ അടയ്ക്കണം. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം വന്നിട്ടുണ്ട്. എത്രയാണ്, 50,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ് ഇസ് ഈക്വൽ ടു 3,29,200 മൈനസ് 50,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 2,79,200 ആണ് നമ്മുടെ ആക്ച്വലായിട്ട് ആ അസറ്റിൻ്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആയില്ലേ?
അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷനിൽ ഏറ്റവും അധികം ക്യാപിറ്റലൈസേഷൻ റേറ്റിനെ കണ്ടുപിടിക്കുക. അവിടെ ക്യാപിറ്റലൈസേഷൻ റേറ്റിന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ മൊത്തം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ എടുത്ത ലോൺ എമൗണ്ട് ഇൻറ്റു 100. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റലൈസേഷൻ റേറ്റ് കിട്ടി. ആ റേറ്റിനെ നമ്മുടെ ഈ അസറ്റിന് വേണ്ടി ഉപയോഗിച്ച എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു എത്ര കൊല്ലത്തേക്കാണ് ലോൺ അതുകൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് കിട്ടി. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ടാണ് നമ്മളത് കൃത്യമായിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്നും ഇൻട്രസ്റ്റ് ഇൻകം ലെസ് ചെയ്ത് നമുക്ക് 2,79,200 കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യനിലെ കോസ്റ്റ് ഓഫ് അസറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ബൈ ചാൻസ് കണ്ടുപിടിച്ചാലും എന്ത് ചെയ്താൽ മതി? ലോൺ എമൗണ്ട് എത്രയാണ്? 20 lakhs പ്ലസ് ഇതിൻ്റെ ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് 2,79,200 കിട്ടും. അത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 22,79,200 ആയിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് വരിക. നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതുപോലെ തന്നെ അത് ചെയ്താൽ മതി. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അത് ചോദിച്ചില്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്താലും കുഴപ്പമില്ല. ലോൺ എമൗണ്ടിനെ ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ് കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആ അസറ്റിൻ്റെ കോസ്റ്റ് കിട്ടി. ഓക്കെ.